ഗൈസ് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതായത് ഇതാണ് പൊന്നാങ്കണ്ണി ചീര അഥവാ വയൽ ചീര എന്നൊക്കെ പറയട്ടോ. ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ 2 കെട്ട് പൊന്നാങ്കണ്ണി ചീര ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിന്ന് തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കെട്ടിൽ തന്നെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു കെട്ടാണ് എടുക്കുന്നത്. ഒന്ന് നാളെ വേറൊരു വിധത്തിൽ തോരൻ ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ തോരൻ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പരിപ്പൊന്നല്ല, തോന പരിപ്പ് വേണം കേട്ടോ. അപ്പോൾ ഇത് ചീര ആയതുകൊണ്ട് തന്നെ പരിപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കാൻ പോകാനേ. ഏകദേശം നമ്മൾ ചീര കഴുകി കട്ട് ചെയ്ത് വെക്കുന്ന ആ സമയം മാത്രം കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടോ. ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ നല്ല ഫ്രഷാണ് കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ തണ്ട് പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുക. കാരണം തണ്ട് താഴെ ഭാഗം കുറച്ച് മൂപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഞങ്ങളിവിടെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഇതിനെ വയൽ ചീര എന്ന് പറയും. ഇപ്പോൾ മഴ ആകുമ്പോൾ വയലിലൊക്കെ ഉണ്ടാവും, ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ ആളുകൾ കട്ട് ചെയ്തിട്ട് വിൽക്കാൻ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ അത് വാങ്ങിച്ചത്. നമുക്ക് ഇല അങ്ങനെ ഈർന്നെടുത്തിട്ട് താഴത്തെ തണ്ട് കുറച്ച് ഭാഗം മാത്രം ഒഴിവാക്കിയാൽ മതിയേ. ഇപ്പോൾ കർക്കിടക ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതെല്ലാം നന്നാക്കി ഒന്ന് എടുത്തിട്ട് കൊണ്ടുവരാം. പിന്നെ ഇതിൽ കുറേ പഴുത്തലയും പുഴുക്കുത്തുള്ള ഇലക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കി. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് വരെ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പരിപ്പൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കാൻ പോവാണ്. പരിപ്പല്ലാതെ കുതിർന്ന് സെറ്റായിട്ടുണ്ട്. നന്നാക്കി വാഷ് ചെയ്ത് ഞാനിതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പരിപ്പ് ആദ്യം നമ്മൾ വേവിച്ചിട്ട് പിന്നെ ചീര വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയേ. ഇനി കുക്കറിൽ വേണമെങ്കിൽ പരിപ്പ് ഫസ്റ്റ് വേവിച്ചെടുത്താലും മതിയേ. ഇപ്പോൾ ഞാനതൊരു പാത്രത്തിൽ അടുപ്പത്ത് വയ്ക്കുകയാണ്. ഗ്യാസെല്ലാം കത്തിച്ചു. എന്നിട്ട് പരിപ്പ് വേവാനുള്ള വെള്ളം മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചു. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഞാനതാ ചീര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 പ്രാവശ്യം ഞാൻ നന്നാക്കി ഒരതി കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നായിട്ട് ഊറ്റിയെടുക്കാം വെള്ളത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ചീരേൻ്റെ വെള്ളമെല്ലാം നന്നാക്കി വാർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളിത് കൗണ്ടർ ടോപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ മൊത്തത്തിലിതാ ഞാൻ അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ എല്ലാതും ഞാനിതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ച ചീരൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് പച്ച എടുത്തിട്ടുണ്ട്, ഒന്ന് പഴുത്തത് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലോട്ടാണ് നമ്മൾ ചീര ഇട്ട് കൊടുക്കുന്നത്. കാരണം തണ്ട് കുറച്ച് വേവാണ്ടാവുക. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ, പുറത്തൊന്നും പോവാണ്ട്. നമുക്ക് കൈകൊണ്ട് തന്നെ വടിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതാണ്, ചെറുതാക്കിയിട്ട് അതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ചീരയിലേക്ക് വേണ്ട ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഉപ്പ് മാത്രം ആദ്യം ഇട്ട് കൊടുക്കുക, ശേഷം വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാതും കൂടി നമുക്ക് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പരിപ്പും ചീരയും
ഉപ്പും എല്ലാം എല്ലാ വിധത്തിലും ആവുന്ന രീതിയിലാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇനി നമ്മളിത് നന്നാക്കി അമർത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം 5 മിനിറ്റെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് പരിപ്പും ചീരയും ഒക്കെ നന്നാക്കി മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഇറക്കി വെച്ചു. ഇനി നമ്മൾ ചീര വറവിടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല പൊട്ടിയതിന് ശേഷം നമുക്ക് തോരൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നന്നാക്കി മിക്സ് ചെയ്യാൻ പോവാണ്. വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നെയ്യിൽ വറവിടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ നെയ്യിൽ വറവിടുന്നില്ല, കാരണം എൻ്റെ അടുത്ത് നെയ്യില്ല കേട്ടോ. പിന്നെ ഒരു കൈപ്പിടി തേങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് ഗ്യാസ് പെട്ടെന്ന് ഓഫാക്കി വയ്ക്കുക. കൂടുതൽ നേരം അടുപ്പത്ത് വെക്കേണ്ട, ചീരയുടെ പച്ചപ്പൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ നമ്മുടെ അടിപൊളി പൊന്നാങ്കണ്ണി ചീര ഓർ വയൽച്ചീരൻ്റെ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഥവാ ഇപ്പോൾ ഈ ചീരേൻ്റെ സീസണാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്